നമസ്തേ. നമ്മൾ ഇന്ന് +1 ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊരു ബുക്കും പേനയൊക്കെ ആയിട്ട് വേണം വന്നിരിക്കാന്. പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളും അതിന് ഡെഫിനിഷനോ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളത് വേണ്ട കാര്യം കുറിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾ +1 ക്ലാസ്സിലെ കുട്ടികളാവുമ്പോൾ നിങ്ങൾ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവർ കാണും, ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നവരും കാണും. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഇപ്പം നമ്മൾ മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു പേടി വരും. ഒരു പേടിയുടെ ആവശ്യമില്ല. ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പേടിയും വേണ്ട. ടീച്ചർ മലയാളത്തിലും പറയും, ഇംഗ്ലീഷിലും പറയും. അപ്പൊ ചില സാങ്കേതിക പദങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുമ്പോൾ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നവര് അത് നിന്ന് കുറിച്ചിട്ടോണം. അത് തുടക്കത്തിൽ മതി. കുറച്ച് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വരില്ല. നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ പദവുമായിട്ടങ്ങ് ഇഴുകിച്ചേരും. പിന്നെ അതിന്റെ ആവശ്യം വരില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാവരും റെഡിയാണല്ലോ? ശരി. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്ന ചാപ്റ്റർ സെറ്റ്സ്. സെറ്റ് എന്നുള്ള പദം നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പരിചിതമായ വാക്ക് തന്നെ. നിങ്ങൾ പറയത്തില്ലേ കളിക്കുമ്പോഴേക്ക്, ഓ അവർ ആ സെറ്റാ, ഇവർ ഈ സെറ്റാ എന്ന് നിങ്ങൾ പറയാറില്ലേ? അപ്പൊ നിങ്ങൾ എന്തുദ്ദേശത്തില്ല അങ്ങനെ പറയുന്നത്? ഓ ആ ഗ്രൂപ്പ് അല്ലെ, അതായത് ഒരു ഗ്രൂപ്പ് അല്ലെ ഒരു കളക്ഷൻ, ആ രീതിയിലാണ് നിങ്ങൾ സെറ്റ് എന്നുള്ള പദം യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ മാത്തമാറ്റിക്സില് എപ്പോഴാണ് അല്ലെങ്കിൽ എന്താണ് സെറ്റ്, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ്സില് ഇന്ന് അല്ലെങ്കിൽ +1 ടെക്സ്റ്റ്, മാത്സിന്റെ ടെക്സ്റ്റ് കൊണ്ടുവന്ന കുട്ടികളുടെ ഒരു കളക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് പറയാമല്ലോ, ആ ടെക്സ്റ്റ് കൊണ്ടുവന്ന കുട്ടികളുടെയൊക്കെ പേരുകൾ നിങ്ങൾ പറയും. പിന്നെ നമ്മൾ 10ൽ കുറവായ എണ്ണൽ സംഖ്യകളുടെ കളക്ഷൻ. അപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റും 1 2 3 4 5 6 7 8 9. അത് നിങ്ങൾ പറ, അത് ഒരു കളക്ഷനാണ്. നിങ്ങളുടെ ലൈബ്രറിയിലെ ഹിന്ദി ടെക്സ്റ്റുകളുടെ കളക്ഷൻ, അത് നിങ്ങൾക്ക് ആ എടുത്ത് വെച്ച് പറയാൻ പറ്റും. ഞാൻ വേറൊരു കാര്യം പറയുന്നു. ഈ ക്ലാസ്സിലെ നല്ല കുട്ടികളുടെ കളക്ഷൻ. അപ്പൊ നിങ്ങൾ എന്ത് പറയും? അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നല്ലതാണോ, ഇത് നല്ലതാണോ, ആരെയൊക്കെ പേര് പറയണം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ലേ? ഇനി നിങ്ങളുടെ ലൈബ്രറിയിലെ നല്ല പുസ്തകങ്ങളുടെ കളക്ഷൻ, അതൊന്ന് പറഞ്ഞാലോ? ഇപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇല്ലേ, ഏതൊക്കെ പറയണം? ഇപ്പൊ ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് നല്ലതെന്ന് തോന്നണമെന്നില്ലല്ലോ. അപ്പൊ എന്ത് പറ്റുന്നു? നമ്മൾക്കവിടെ വ്യക്തമായിട്ട് ആ ആൾക്കാരല്ല അതിനകത്ത് ആ ഗ്രൂപ്പിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ രണ്ട് രീതിയിലായില്ലേ? ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നു ആ ഗ്രൂപ്പിൽ ആ കളക്ഷൻ ആരൊക്കെ ഉൾപ്പെടുന്നു. ഇപ്പം പറഞ്ഞ എക്സാംസിലോ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അതായത് ആദ്യം പറഞ്ഞത് വെൽ ഡിഫൈൻഡ് ആണ്. അപ്പൊ അതാണ് നമ്മുടെ മാത്തമാറ്റിക്സിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അതാണ് നമ്മൾ ആദ്യം അറിയുന്നത്. അപ്പൊ വാട്ട് ഈസ് മീൻ ബൈ എ സെറ്റ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. നമ്മൾ സാധാരണയായിട്ട് ഇപ്പം നമ്മൾ പല സെറ്റുകളുണ്ടെങ്കിലും മാത്തമാറ്റിക്സിൽ നമ്മൾ അങ്ങനെയും നമ്മൾ പറയൂ, സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. ഓബ്ജക്ട്സ് ആകാം, നമ്പേഴ്സ് ആകാം, എന്തുവാകാം, അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഇനി നമ്മൾ സെറ്റിനെ നമ്മൾ സാധാരണയായിട്ട് ഒരു സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്. സെറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഇതാണ്. ഇപ്പം സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങൾ അതൊരു സെറ്റാണ്. അതെല്ലാം ആരൊക്കെ വരും?
എ ഇ ഐ ഒ യു. അവയെല്ലാം ആ ഒരു കളക്ഷനെ ഞാൻ ഈ സിമ്പൽ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്തു. അപ്പൊ ഈ സിമ്പലാണ് നമ്മൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ സാധാരണ സെറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ സെറ്റിന് ഒരു പേര് കൊടുക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ഇ ഐ ഒ യു. ഇനി മറ്റൊരു സെറ്റ് പറയാം. 5ൽ കുറവായ എണ്ണൽ സംഖ്യകളുടെ സെറ്റ്. നമുക്കത് എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു 1 2 3 4. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാണ് പഠിച്ചത്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. പിന്നെയോ സെറ്റിന്റെ സിമ്പല്. പിന്നെയോ സെറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മാത്തമാറ്റിക്സിൽ നമ്മൾ കുറെ കോമൺ ലെറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് സെറ്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം ഈ പേര് തന്നെ പരിചയമില്ലാത്തവർ അതൊക്കെ വേണ്ടത് കുറിച്ച് വെച്ചോണം. നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് എണ്ണൽ സംഖ്യകൾ. ഏതാണ് എണ്ണൽ സംഖ്യകൾ? ഏതൊക്കെയാണ്? അപ്പൊ എണ്ണൽ സംഖ്യകളെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എൻ എന്നുള്ള ലെറ്റർ ആണ്. അപ്പൊ n ഈസ് ഈക്വൽ ടു 1 2 3 4 5 എക്സെട്ര. അപ്പൊ നമ്മൾ ഈ മാത്തമാറ്റിക്സിൽ മൊത്തം നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നു അപ്പോഴല്ലേ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ n എന്നുള്ള ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പൂർണ്ണസംഖ്യകൾ ഏതൊക്കെയാ? നെഗറ്റീവ് നമ്പേഴ്സ്, 0, പോസിറ്റീവ് നമ്പേഴ്സ്. അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ Z ആണ്. അതായത് നെഗറ്റീവ് നമ്പേഴ്സ് -3 -2 -1 0 1 2 3 എക്സെട്ര. അപ്പൊ നമ്മൾ എവിടെയൊക്കെ പൂർണ്ണസംഖ്യ ഡിനോട്ട് ചെയ്യണം അവിടെയെല്ലാം നമ്മൾ ഏത് ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്? Z. ഇനി പോസിറ്റീവ് പൂർണ്ണസംഖ്യകൾ മാത്രമാണെങ്കിലോ Z പ്ലസ് എന്ന് പറയും. Z പ്ലസ് ആയപ്പോൾ 1 2 3 4 എക്സെട്ര. ഈ പൂർണ്ണസംഖ്യകൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇന്റിജേഴ്സ് എന്നാണ്. അപ്പൊ ഇത് ഇന്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ Z എന്ന ലെറ്റർ യൂസ് ചെയ്യും. പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണെങ്കിൽ നമ്മൾ Z പ്ലസ് എന്ന് യൂസ് ചെയ്യും. ഇനി റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ Q. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഭിന്നകങ്ങൾ എന്ന് പറയും. അതായത് P/Q എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, ഭിന്നസംഖ്യാ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഡിനോമിനേറ്റർ, അതിന്റെ ഛേദം ഒരിക്കലും 0 ആകാൻ പാടില്ല. P/Q ഈ രീതിയിൽ എഴുതാൻ പറ്റുന്ന എല്ലാ സംഖ്യകളെയും നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാതെ വെൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ റാഷണൽ നമ്പേഴ്സിനെ കുറിക്കാൻ നമ്മൾ Q എന്നാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ Q പ്ലസ് എന്ന് കൊടുക്കും. ഇനി നിങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ സംഖ്യ ശ്രേണി ഏതാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും റിയൽ നമ്പേഴ്സ്, രേഖീയ സംഖ്യകൾ. അപ്പം ഇംഗ്ലീഷും മലയാളം വേണം അറിയാൻ വയ്യാത്തവര് ഇത് കുറിച്ച് വെച്ചോണം. ആദ്യം കുറിച്ച് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫോളോ ചെയ്തോളാം. അപ്പൊ റിയൽ നമ്പേഴ്സ്, രേഖീയ സംഖ്യകൾ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് R. പോസിറ്റീവ് രേഖീയ സംഖ്യയാണെങ്കിൽ നമ്മൾ R പ്ലസ്. ഞാൻ എന്തുകൊണ്ടാണ് ഇതുപോലൊന്നും ഇവിടെ എഴുതാൻ പറ്റാത്തത്? ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം രേഖീയ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പേഴ്സ് ഒരു രേഖയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അപ്പൊ നമുക്കതിനെ ഇവിടെ എഴുതി പിടിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ന് വെച്ചാൽ എന്താണ്? ഒരു രേഖ, ഒരു സംഖ്യാരേഖയിൽ ഒരു റിയൽ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റിയൽ നമ്പേഴ്സ്. അപ്പൊ നമുക്കത് ഇതുപോലെ എടുത്ത് കോമായിട്ട് എഴുതാൻ പറ്റില്ല. ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്കത് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സാധാരണയായി ഈ ലെറ്റേഴ്സ് ഒക്കെയാണ് മാത്സിൽ യൂസ് ചെയ്യുന്നത്.
അപ്പൊ ഇതൊക്കെ ആവശ്യമുള്ളവരെയൊക്കെ ഒന്ന് കുറിച്ച് വെച്ചോണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഒന്ന് നോക്കിയേ, നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് n is equal to set 1, 2, 3, 4, 5 etc. അപ്പൊ ഈ n-ന്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? 1, 2, 3, 4 etc. അപ്പൊ ഈ സെറ്റിലെ എലമെന്റ്സ് ആണത്. അപ്പൊ 2 ഇതിലൊരു എലമെന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് n-നകത്തുള്ളതാണ് 2. അപ്പൊ നമുക്ക് അതിനൊരു സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്, ബിലോങ്സ് ടു. അതിനകത്തുള്ളതാണ്, അകത്തുള്ളത്. നോക്കിയേ, ഇങ്ങനൊരു സാധനം കേട്ടോ, അതിനകത്തുള്ളത്. ഇതാണ് ബിലോങ്സ് ടു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 ഇതിനകത്തുള്ള ഒരാളാണ്. അപ്പൊ 2 ബിലോങ്സ് ടു n. 3 belongs to n. That is, 3 is an element of n. ഇനി 0. ഇതിൽ 0 ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? 0 not belongs to n. 0 ഇതിലൊരു മെമ്പർ അല്ല. -3 which is also not belongs to n. ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ബിലോങ്സ് ടു ആൻഡ് നോട്ട് ബിലോങ്സ് ടു. ഇതിനകത്തൊരു മെമ്പർ ആണെങ്കിൽ നമ്മൾ ഈ ചിഹ്നം കൊടുക്കും. ഇതെങ്ങനെ വായിക്കുന്നത്? 2 belongs to n. ഇതിനകത്ത് ഇല്ലാത്തൊരു മെമ്പർ ആണെങ്കിൽ 0 നോട്ട് ബിലോങ്സ് ടു n. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. നമ്മുടെ സെറ്റിന് നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? സാധാരണയായി 2 രീതിയിൽ നമുക്ക് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. അതിൽ ഒന്നാമത്തത് റോസ്റ്റർ ഫോം, രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം. ഇതിനെ പട്ടിക രീതി എന്നും ഇതിനെ നിബന്ധന രീതി എന്നും മലയാളത്തിൽ പറയും. റോസ്റ്റർ ഫോം, പട്ടിക രീതി, നമ്മൾ നേരത്തെ ചെയ്തതുപോലുള്ള, നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. അതായത് ഈ സെറ്റിലെ മെമ്പേഴ്സിനെ കോമയിട്ട് നമ്മൾ നിരത്തി വെക്കും. അതാണ് റോസ്റ്റർ ഫോം. ഇപ്പം ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസിന്റെ സെറ്റ്, A is equal to A, E, I, O, U. ഇതെന്താണ്? സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ആ ആൽഫബറ്റ്സിനെ പറക്കി നമ്മൾ എന്ത് ചെയ്ത് കോമ ഇട്ട് ഇങ്ങനെ എഴുതി. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം. ഈ ഇതിൽ തമ്മിൽ ഈ ഒരു സെറ്റ് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഈ ലെറ്റേഴ്സിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു കോമൺ ലെറ്റർ എഴുതും. ഇവ എല്ലാത്തിനെയും കൂടെ റെപ്രസെന്റ് ചെയ്ത് നമ്മളൊരു കോമൺ ലെറ്റർ എഴുതാൻ പോവുകയാണ്. സെറ്റ് ഈ സെറ്റ് തന്നെയാണ്. ഇതിന് എല്ലാത്തിനും കൂടെ പകരം ഞാൻ ഒരു പുതിയ ലെറ്റർ കൊടുത്തു, എക്സ്. സച്ച് ദാറ്റ് ആ ഇതിന് എല്ലാത്തിനും കൂടെ ചേർത്ത് എക്സ് എഴുതി. ഇനി എക്സിന്റെ കണ്ടീഷൻ എന്താ? എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇപ്പൊ എന്തെഴുതാ ഇവിടെ? എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇതിന്റെ വ്യത്യാസം എന്താ? ഇവിടെ നമ്മൾ ആ സെറ്റിലെ മെമ്പേഴ്സിനെല്ലാം പറക്കി നിരത്തി എഴുതി. ഇവിടെയാണെങ്കിലോ ആ എല്ലാ ലെറ്റേഴ്സിനും പകരം ഒരു കോമൺ ലെറ്റർ നമ്മൾ കൊടുത്തു. എന്നിട്ട് ആ ലെറ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന ആ കണ്ടീഷൻ നമ്മൾ എഴുതി. അതായത് ഇതെങ്ങനെ വായിക്കുന്നത്? A is equal to set X such that X is a vowel in English alphabet. മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. B is equal to 2, 4, 6, 8. നിങ്ങൾ നോക്കിയേ, 2, 4, 6, 8. ഇതിന് നമുക്ക് ഇതുപോലെ എങ്ങനെയെന്ന് എഴുതാൻ പറ്റും? B is equal to ഈ നമ്പേഴ്സിനെ മൊത്തത്തിൽ ഡിനോട്ട് ചെയ്യാൻ നമ്മളൊരു ലെറ്റർ കൊടുത്തു, എക്സ്. സച്ച് ദാറ്റ് ആ എക്സിന്റെ കണ്ടീഷൻ എന്താ?
എങ്ങനെയുള്ള എക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ നോക്ക്, 2, 4, 6, 8. ഒരു കണ്ടീഷൻ പറ. ഇരട്ട സംഖ്യകളാണ് അല്ലേ? ഈവൻ നമ്പേഴ്സ്. എങ്ങനെ എല്ലാ ഈവൻ നമ്പേഴ്സും ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ എവിടം വരെയുള്ള ഈവൻ നമ്പേഴ്സേ ഉള്ളൂ? 8 വരെ. അപ്പൊ നമുക്ക് കണ്ടീഷൻ എങ്ങനെ എഴുതാം? എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ. എവിടുന്ന്? 8 വരെയല്ലേ വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെസ് ദാൻ 10 or 9. 10നേക്കാൾ കുറവായ ഈവൻ നമ്പേഴ്സ് ആണ് 2, 4, 6, 8. ഇനി ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. ഇപ്പൊ ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ബി ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ്. ഇതല്ലേ ഇരട്ട സംഖ്യകളല്ലേ വന്നേക്കുന്നേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു ഇരട്ട എന്ന് കൊടുക്കാൻ നമ്മൾ 2n എന്ന് കൊടുക്കാറുണ്ട്. 2n. ഓക്കെ. എന്നിന് 1 കൊടുത്താൽ എത്ര ആകും? 2. എന്നിന് 2 കൊടുത്താലോ 4. എന്നിന് 3 കൊടുത്താലോ 6. എന്നിന് 4 കൊടുത്താലോ 8. അപ്പൊ ഞാൻ ഏതൊക്കെ നമ്പേഴ്സ് എന്നിന് കൊടുത്തേ? 1, 2, 3, 4. ആ 1, 2, 3, 4 എന്ന് പറയുന്നത് എന്താണ്? ഏത് നമ്പേഴ്സ് ആണ്? നിങ്ങൾക്കറിയാം, അവയെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്കിത് ഇതിലേക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടിയതാ. ഇത് നിങ്ങൾ നിർബന്ധമായി പഠിക്കണമെന്നൊന്നുമില്ല. പക്ഷെ വേണ്ടുന്നവർ ഇതും കൂടെ ഫോളോ ചെയ്താൽ നന്നായിരിക്കും. അതായത് n എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ്? എന്നിലെ എലമെന്റ്. എന്നിലെ എലമെന്റ് എല്ലാവരും വന്നോ? ഇല്ല. എവിടം വരെ വരാൻ പാടുള്ളൂ? 8 വരത്തക്ക രീതിയിലേ വരാവുള്ളൂ. അപ്പൊ n എവിടം വരെ വരാം? n is less than or equal to 4. ഈ ചിഹ്നം മാത്രമേ ഉള്ളെങ്കിൽ എന്താ? 4ൽ കുറവ്. ഇതും കൂടെ വന്നാലോ 4ഉം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങളെ, എക്സ് ഇസ് ഈക്വൽ ടു 2n. ഈ n എന്തായി മാറി? n ഈസ് എ നാച്ചുറൽ നമ്പർ. ആ എന്നിന്റെ കണ്ടീഷൻ എന്താ? ആ n എവിടം വരെ വരാവുള്ളൂ? 4 വരെ ഉള്ള നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് നോക്കാം, 4 ഉള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ n1 കൊടുക്കുമ്പോ 2 into 1 2. അടുത്തത് 2 കൊടുത്താൽ 2 into 2 4. 2 into 3 6. 2 into 4 8. അപ്പൊ ഈ ഒരു സെറ്റിനെ നമ്മൾ ഒരു കണ്ടീഷൻ വെച്ച് എഴുതി. ഒരു കോമൺ ലെറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടീഷൻ വെച്ച് എഴുതി. അപ്പൊ ഇങ്ങനെ എഴുതുന്നത് ഞാൻ എന്ത് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഇതിന് ഓക്കെ ആയില്ലേ? നമുക്ക് കുറച്ച് എക്സാമ്പിളൂടെ നോക്കാം. അപ്പൊ നിങ്ങൾ ബുക്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇപ്പൊ 2 സൈഡിലായിട്ട് തന്നെ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ എഴുതുക. ഈ സൈഡിൽ എഴുതുന്നത് റോസ്റ്റർ ഫോം, ഈ സൈഡിൽ എഴുതുന്നത് സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ചിലടത്ത് ഇവിടെ റോസ്റ്റർ ഫോമിൽ എഴുതും. നിങ്ങൾ എന്തിലായിട്ട് എഴുതണം? സെറ്റ് ബിൽഡർ ഫോമിൽ. സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നത് നിങ്ങൾ എന്തായിട്ട് എഴുതണം? റോസ്റ്റർ ഫോമിൽ. അപ്പൊ ഞാൻ ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. സെറ്റ് എക്സ് സച്ച് ദാറ്റ് x element of n x less than or equal to 5. അപ്പൊ ഇത് നമുക്കൊരു കണ്ടീഷൻ വെച്ച് എഴുതിക്കുന്നത്. ഇത് എന്താണ്? സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇതിന്റെ റോസ്റ്റർ ഫോം നിങ്ങളൊന്ന് പറ, എന്തായിരിക്കും? എക്സുകളാണ്. ആ എക്സ് എവിടുത്തെ ആൾക്കാരാണ്? എന്നിലെ. n എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്. അതിന് എവിടം വരെ വരാം? 5 അതിൽ കുറവോ, അതായത് 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. അതിന് നമ്മളിവിടെ എങ്ങനെ എഴുതാം? 1 2 3 4 5. ഓക്കെ ആയല്ലോ? ഇനി ഞാൻ വേറെ എഴുതാം. 1 1/2 1/3 1/4 1/5 1/6. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? സെറ്റ് ബിൽഡർ ഫോം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 1/2 1/3
1/4, 1/5, 1/6. ഇവിടെ നമുക്ക് ഇതെല്ലാം ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതിയിരിക്കാം. ഇതിനെ അതുപോലെ നിങ്ങളൊന്ന് വായിച്ചേ. എന്ത് വരും? 1/1. ഇങ്ങനെയല്ല വരുന്നത്. അപ്പൊ ഇതിനെ നമുക്കൊരു കണ്ടീഷൻ രീതിയിൽ എങ്ങനെ എഴുതാം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഇവയെ എല്ലാത്തിനെയും റെപ്രസെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലെറ്റർ കൊടുക്കുന്നു. ഈ എക്സ് എന്നോ വൈ എന്നോ കൊടുക്കുക, ഏത് ലെറ്റർ കൊടുക്കാം. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്സ് എന്നുള്ളതേ ഉള്ളൂ. വൈ എന്നായാലും പ്രശ്നമില്ല. അപ്പൊ എക്സ് സച്ച് ദാറ്റ് എക്സ് എങ്ങനെ വന്നിരിക്കുന്നത്? 1/1, 1/2, 1/3, 1/4. ഫസ്റ്റ് എലമെന്റ് 1/1, സെക്കൻഡ് എലമെന്റ് 1/2, തേർഡ് 1/3. അപ്പൊ ഒരു പ്രത്യേകതയില്ലേ? അപ്പൊ എങ്ങനെ പോകുന്നു? പറയാൻ പറ്റുന്നുണ്ടോ? അതായത് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് ആയി 1/1, സെക്കൻഡ് ആയപ്പോൾ 2. അപ്പൊ എങ്ങനെയാണ് നമുക്കതിനെ? എക്സ് is equal to 1/n. 1/n രീതിയിലാണ്. എന്നിന് 1 ആയപ്പോൾ 1/1, എന്നിന് 2 ആയപ്പോൾ 1/2, 3 ആയപ്പോൾ 1/3. പക്ഷെ അങ്ങനെ എവിടം വരെ വരുന്നുള്ളൂ? 6 വരെ വരുന്നുള്ളൂ. അപ്പൊ ഏത് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? 1, 2, 3, 4, 5, 6. അവയിലെ എന്ത് നമ്പേഴ്സ് ആണ് നമ്മൾ പഠിച്ചതാണ്? നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഈ n എവിടുത്തെ ആളാണ്? n is an element of n. പക്ഷെ n is an element of n എന്ന് എഴുതുമ്പോൾ എന്ത് വരും? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരും. പക്ഷെ ഇവിടെ എല്ലാം വരണോ? എവിടം വരെ മതി? 6 വരെ മതി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈ n എവിടം വരെ വരാവുള്ളൂ? n less than or equal to 6. ഇനി ഒരാൾക്ക് 7 എഴുതാൻ ഇഷ്ടമുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? n less than 7. ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ 7ന് താഴെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നിട്ടാലും 6ഉം അതിൽ കുറവും. ഓക്കെ. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. y such that y is a letter in the word മലയാളം. അപ്പൊ ഈ വൈ കോമൺ ആണ്. നമ്മുടെ ലെറ്റർ ഡിനോട്ട് ചെയ്ത് വൈ. ആ വൈയുടെ കണ്ടീഷൻ എന്താണ്? വൈ ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് മലയാളം. മലയാളം എന്നുള്ള വാക്കിലെ അക്ഷരങ്ങളാണ്. അപ്പൊ നമുക്ക് ഇപ്പുറത്തോട്ട് ഏതാതിന് റോസ്റ്റർ ഫോമിൽ പറഞ്ഞേ. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എം. അടുത്ത ലെറ്റർ എ. അടുത്തത് എൽ. അടുത്തത് എ. അപ്പോൾ നമ്മൾ വീണ്ടും എ എഴുതാൻ പാടില്ല. അതായത് സെറ്റിലെ എലമെന്റ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. അപ്പൊ എത്രയിനി? അപ്പൊ എൽ എഴുതി എ. അപ്പൊ എ നമ്മൾ എഴുതിയതുകൊണ്ട് ഇനി എഴുതാൻ പാടില്ല. അടുത്ത ലെറ്റർ വൈ. വൈ വന്നിട്ടില്ല. വൈ. ഇനി വീണ്ടും എ ഉണ്ട്, എൽ ഉണ്ട്, എ, എം, ബാക്കി എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലായി? സെറ്റിൽ നമ്മൾ എലമെന്റ്സ് എഴുതുമ്പോൾ നമ്മൾ ആവർത്തിച്ച് എഴുതാൻ പാടില്ല. വേറൊരു സെറ്റ്. സെറ്റ് 1, 3, 5, 7, 9, 11. ഇതിനെ നിങ്ങളൊന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്കിയേ. അപ്പൊ നമ്മൾ ഇവയെല്ലാം കൂടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലെറ്റർ യൂസ് ചെയ്യാം, വൈ. ഇനി ഈ വൈയുടെ കണ്ടീഷൻ ഇവിടെ എന്താ? എങ്ങനെ വന്നു? ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? 1, 3, 5, 7, 9, 11. അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവയെല്ലാം ഒറ്റ സംഖ്യകളാണ്. ഇന്ന് എല്ലാ ഒറ്റ സംഖ്യകളും വന്നോ? ഇല്ല. എവിടെ വരെ ഒറ്റ സംഖ്യകളെ വന്നോളൂ? 11 വരെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? y is an odd natural number. ഒറ്റ സംഖ്യ എഴുതാനാണ് ഓഡ്. ഇരട്ട സംഖ്യയാണ് നമ്മൾ ഈവൻ. ഓഡ് നാച്ചുറൽ നമ്പർ എവിടം വരെ വരാവുള്ളൂ? 11 വരെ. അപ്പൊ നമ്മൾ എന്ത് എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11.
ശരിയായില്ലേ? y ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. 11ഉം അതിൽ താഴെയുമുള്ള ഒറ്റ സംഖ്യകൾ 1, 3, 5, 7, 9, 11. ഓക്കെ, ഇനി ഞാൻ ഈ ഇരട്ടസംഖ്യ ചെയ്തപ്പോ നമ്മൾ 2n എന്ന് എഴുതിയില്ലേ, അതേപോലെ വേണമെങ്കിലും ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇരട്ടസംഖ്യകൾക്ക് നമ്മൾ എങ്ങനെയാ കൊടുത്തത്? 2n. അപ്പൊ ഒറ്റ സംഖ്യകളാകുമ്പോഴോ ഇരട്ടസംഖ്യ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1. അപ്പൊ നമുക്ക് ഇതിനെ വേറെ രീതിയിലൂടെ എഴുതാം. y such that y is equal to ഇരട്ടസംഖ്യയാണെങ്കിൽ 2n plus 1. ഇരട്ടസംഖ്യ ഒന്ന് കൂടി. ഇനി ഇവിടെ ഈ n-ന് ഏതൊക്കെ വില കൊടുത്താൽ ഇത് കിട്ടും? അപ്പൊ n-ന് 1 കൊടുത്താൽ എന്തായി പോയത്? 2 into 1, 2 plus 1, 3 ആയിപ്പോയി. 2 കൊടുത്താലോ 2 into 2, 4 plus 1, 5. അപ്പൊ 3 വന്നു, 5 വന്നു. ഇനി 3 കൊടുത്താൽ 3 into 2, 6 plus 1, 7. അപ്പൊ 1 മുതൽ 11 വരണമെങ്കിൽ എങ്ങനെയാ? 2 into 5 plus 1, 11. അപ്പൊ 1 മുതൽ 5 വരെ കൊടുത്താൽ ഇത് കിട്ടും. പക്ഷെ ആരെ കിട്ടുന്നില്ല? 0, 1 കിട്ടുന്നില്ല. ഇനി 1 കിട്ടണമെങ്കിൽ എന്താ മാർഗം? n 0 ആയെങ്കിലേ 1 കിട്ടൂ. ഓക്കെ, n 0 ആയെങ്കിലേ 1 കിട്ടൂ. അപ്പൊ നമുക്ക് ഈ n-നെ എവിടെ ഉൾക്കൊള്ളിക്കാം? n നാച്ചുറൽ നമ്പർ കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നാച്ചുറൽ നമ്പർ 1 തൊട്ടേ തുടങ്ങൂ. 1 തൊട്ട് തുടങ്ങിയാൽ എന്ത് വരും? 2 into 1, 3 മുതലേ വരെ 1 മിസ്സാകുന്നു. അപ്പൊ എന്താണ് അതിനൊരു മാർഗം? ഒന്ന് ആലോചിച്ച് നോക്ക്. അത് നമുക്ക് രണ്ട് രീതി ചിന്തിക്കാം. ഒന്നുകിൽ 0യും കൂടെ ഉൾപ്പെടുത്താം. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് 0യും കൂടെ ചേരുമ്പോൾ അവയെ എന്ത് പേര് പറയും? ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതാ? നേരത്തെ ഞാൻ പറഞ്ഞപ്പോ സൂചിപ്പിക്കാൻ വിട്ടുപോയി. അഖണ്ഡ സംഖ്യകൾ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ W ആണ്. ഹോൾ നമ്പേഴ്സ്. അപ്പൊ അതിലാരൊക്കെ വരുന്നത്? 0, 1, 2, 3 എക്സെട്ര. ഇവയാണ് ഹോൾ നമ്പേഴ്സ്. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഇവിടെ എന്തെഴുതാം? n is an element of W or n belongs to W. എവിടം വരെ വരാവുള്ളൂ? n എവിടം വരെ വരാം? n less than or equal to 5. 5 വരെയുള്ള ഹോൾ നമ്പേഴ്സ്. അപ്പൊ ഓക്കെ ആയില്ലേ? 0 കൊടുത്താൽ 1 കിട്ടും, 1 കൊടുത്താൽ 3. അപ്പൊ ഈ 5 വരെയുള്ളത് കൊടുത്ത് ഇവയെല്ലാം കിട്ടും. ഇനി നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. എനിക്ക് നാച്ചുറൽ നമ്പേഴ്സ് കൊടുക്കാനേ സൗകര്യമുള്ളതെന്ന് വിചാരിക്കാം. ഞാൻ ഹോൾ നമ്പേഴ്സിനെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പൊ ഇന്ന് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞാൻ ഇത് വേറെ രീതിയിൽ എഴുതാന്ന് പറഞ്ഞാല് സെറ്റ് y such that y is equal to ഞാൻ 2n minus 1 എന്ന് ഇട്ട് നോക്കിയേ. n-ന് 1 കൊടുത്തേ. 2 into 1, 2 minus 1, 1 കിട്ടി. 2 കൊടുക്കുക. 2 into 2, 4 minus 1, 3. അപ്പോഴ് എനിക്ക് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാനും സൗകര്യമുള്ളൂ. അപ്പൊ ഞാൻ അത് എന്താക്കി? 2n plus 1 എന്നുള്ളത് മാറ്റി എന്താക്കി? 2n minus 1 എന്നാക്കി. അപ്പൊ n-ന് എന്തൊക്കെ വരാം? എങ്ങനെ കൊടുക്കാം? n-ന്റെ കണ്ടീഷൻ n ഒരു നാച്ചുറൽ നമ്പർ ആണ്. എവിടം വരെ വരാം? 11 വരണമെങ്കിൽ എന്ത് വരണം? 5 കൊടുത്താലോ 5 into 2, 10. 10 minus 1, 9 വരെ വരും. അപ്പൊ 11 വരണമെങ്കിൽ എത്ര കൊടുക്കണം? 6 കൊടുക്കണം. 2 into 6, 12. 12 minus 1 ആണ്. അപ്പൊ ഇവിടെ n എന്ത് എടുക്കണം? n less than or equal to 6. അപ്പൊ ഈ പല രീതിയിലൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഇട്ടത്. ഇവിടെ കണ്ടോ? ഇത് ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ കൊടുത്തു. എന്താണ്? y is an odd natural number less than or equal to 11. ഇനി വേറെ രീതി ചിന്തിക്കുന്ന ഒരു കുട്ടി എന്ത് വിചാരിച്ചു? അത് ഒറ്റ സംഖ്യകൾ. അപ്പൊ എങ്ങനെ കൊടുക്കാം? y is equal to 2n plus 1. ഇപ്പൊ 2n plus 1 കൊടുത്തപ്പോ അവിടെ 1 കിട്ടത്തില്ല. അപ്പൊ നമ്മൾ നാച്ചുറൽ നമ്പർ മാറ്റി എന്ത് കൊടുത്തു? ഹോൾ നമ്പേഴ്സ് കൊടുത്തു. അത് എവിടം വരെ മതി? 5 വരെ. അപ്പൊ പിന്നെ ഞാൻ വേറെ ചിന്തിച്ചു, എനിക്ക് ഹോൾ നമ്പേഴ്സ് വേണം, നാച്ചുറൽ നമ്പർ ഇട്ട് എഴുതണം. അപ്പൊ ഞാൻ അത് എങ്ങനെയാക്കി? y such that y is equal to 2n minus 1. n belongs to n. It is a natural number. പക്ഷെ ആ n എവിടം വരെ വന്നിരിക്കണം? 6 വരെ വരണം. എങ്കിലേ ഇത് കിട്ടുക. അപ്പൊ കുറച്ച് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. റോസ്റ്റർ ഫോം, സെർക്കുലർ ഫോം, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ കുറച്ച്
അസൈൻമെന്റ് നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾ കുറെ എക്സാമ്പിൾ ചെയ്ത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇത് നമുക്ക് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ടൈപ്സ് ഓഫ് സെറ്റ്സ്. ചില പ്രത്യേകതരം സെറ്റുകളെ പറ്റിയുള്ളതൊന്നും നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നു, ഒരു സെറ്റ് ഞാൻ കൺസിഡർ ചെയ്യാം. P is equal to set X such that X element of n 3 less than X less than 4. എന്താണ് ഇതിന്റെ മീനിങ്? ഈ സെറ്റ് എന്താണ്? X such that X belongs to X ഒരു നാച്ചുറൽ നമ്പർ ആണ്. എന്താണ് കണ്ടീഷൻ? X എങ്ങനെയായിരിക്കണം? 3നേക്കാൾ വലുതും 4നേക്കാൾ ചെറുതും. നോക്കണേ, കൂർത്തറ്റം ചെറുതാണ്. അപ്പൊ X എങ്ങനെയായിരിക്കണം? 3നേക്കാൾ വലുത്, 4നേക്കാൾ ചെറുത്. ദാറ്റ് മീൻസ് X lies between 3 and 4. 3നും 4നും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ ഏത് വരും എന്ന് പറ. 3ന്റെ 4ന്റെ ഇടയ്ക്കുള്ള എണ്ണൽ സംഖ്യ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്നില്ല. അതായത് ആളില്ല. 3നും 4നും ഇടയ്ക്ക് എണ്ണൽ സംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയും സെറ്റ് വരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ ഇതിനകത്ത് ആളില്ല. ആളില്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഇങ്ങനെ എഴുതും. ഇതിന് പറയുന്നതാണ് എംപ്റ്റി സെറ്റ്. അതിനകത്ത് ആരും ഇല്ല. അപ്പൊ അങ്ങനെയും സെറ്റുകൾ വരാം. അങ്ങനെയുള്ള സെറ്റിന് പറഞ്ഞ പേരാണ് എംപ്റ്റി സെറ്റ്. അതിനെ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. പിന്നെ ഈ രീതിയിലും എംപ്റ്റി സെറ്റിന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ എംപ്റ്റി സെറ്റ് ക്ലിയർ ആയല്ലോ. മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത സെറ്റാണ് എംപ്റ്റി സെറ്റ്. Q is equal to X such that X element of Z minus 1 less than X less than 1. ഇതെന്ന് പറഞ്ഞേ. Set X such that X belongs to Z. എന്താണ് Z? നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റിജേഴ്സ്, പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പേഴ്സും ചേർന്നതാണ് ഈ സെറ്റ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് എന്താണ്? ഇന്റിജർ ആണ്. കണ്ടീഷൻ എന്താണ്? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇതിന്റെ മീനിങ് എന്താ? എക്സ് -1നേക്കാൾ വലുതും 1നേക്കാൾ ചെറുതും. എന്താണ് ഇതിന്റെ മീനിങ്? -1നും 1നും ഇടയ്ക്കുള്ള ഇന്റിജർ, പൂർണ്ണസംഖ്യ ആരാണ്? ആര് വരും? -1നും 1നും ഇടയ്ക്ക് 0. That is set 0. അപ്പൊ ഇതിന് പ്രത്യേകത എന്താ? ഈ സെറ്റിൽ ഒരാളെ ഉണ്ട് അല്ലേ? ഇനി ഒരു മെമ്പർ മാത്രമുള്ള സെറ്റിന് പറയുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. ഇതെന്തായിരുന്നു? എംപ്റ്റി സെറ്റ്. ഇതെന്താണ്? സിംഗിൾട്ടൺ സെറ്റ്. ഇത് നമ്മള് നേരത്തെ കുറെ സെറ്റുകൾ പഠിച്ചല്ലോ. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്, റാഷണൽ നമ്പേഴ്സ്. ആ സെറ്റിലേക്കുള്ള എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ട് അതിനകത്ത്? അനേകം ഉണ്ടില്ലേ? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത പോലെ മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള സെറ്റിന് പറഞ്ഞ പേരാണ് ഫൈനൈറ്റ് സെറ്റ്. സോറി, അങ്ങനെയുള്ള സെറ്റിന് പറഞ്ഞ പേരാണ് ഇൻഫിനിറ്റ് സെറ്റ്. ഇൻഫിനിറ്റ് സെറ്റ്. ആ പേര് തന്നെ മനസ്സിലാവുമല്ലോ. ഫൈനൈറ്റ് അല്ലാത്ത മെമ്പേഴ്സ് ഉള്ള സെറ്റാണ് ഇൻഫിനിറ്റ് സെറ്റ്. അതിന് എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാം? n പറയാം, z പറയാം, q പറയാം, r പറയാം. ഇനി കോംപ്ലക്സ് നമ്പർ, നേരത്തെ ഞാൻ പറഞ്ഞില്ല, കോംപ്ലക്സ് നമ്പർ നിങ്ങൾക്ക് ഈ വർഷം ഇതുവരെ നിങ്ങൾ എന്തേ പഠിച്ചിട്ടുള്ളൂ? റിയൽ നമ്പർ സിസ്റ്റം വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അതിനും മേലെ ഒരു സെറ്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ രാജാവ്, ഏറ്റവും വലിയ സെറ്റ് ആരാണ്?
പക്ഷെ അതൊക്കെ മേലെ ഒരു സെറ്റ് ഉണ്ട്, അതിനേക്കാൾ കേമനായ ഒരു സെറ്റ്, ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വലിയ സെറ്റ്. അത് നിങ്ങൾ ഈ വർഷം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു പുതിയ നമ്പർ സിസ്റ്റമാണ് കോംപ്ലക്സ് നമ്പർ. അത് നിങ്ങൾ ഒരു പുതിയ ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ കോംപ്ലക്സ് നമ്പർ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ സി ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവയെല്ലാം ഇൻഫിനിറ്റ് സെറ്റ് ആണ്. അതിനകത്തുള്ള മെമ്പേഴ്സ് അങ്ങ് അനേകമാണ്, നമ്മൾ എണ്ണയിലും തീരില്ല. അതാണ് ഇൻഫിനിറ്റ് സെറ്റ്. ഇനി നമുക്കുള്ളത് ഫൈനൈറ്റ് സെറ്റ്. ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഫൈനൈറ്റ് ആണ് ആ സെറ്റിലെ മെമ്പേഴ്സ്. ഇതിലെ മെമ്പേഴ്സിന്റെ എണ്ണം ഫൈനൈറ്റ് ആണെങ്കിൽ, നമുക്ക് ഇപ്പൊ എണ്ണിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന് എന്ത് പേര് പറയും? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? എം ഡി സെറ്റ്. എന്താണ് എം ഡി സെറ്റ് എന്ന് പറഞ്ഞാൽ? മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത സെറ്റ്. പിന്നെ എന്താണ് പറഞ്ഞേ? സിംഗിൾട്ടൺ സെറ്റ്. ഒരു സെറ്റിൽ ഒരു മെമ്പർ മാത്രമേ ഉള്ളെങ്കിൽ അതിന് എന്ത് പേര് പറയും? സിംഗിൾട്ടൺ സെറ്റ്. പിന്നെ ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്. കുറച്ച് എലമെന്റ്സേ ഉള്ളെങ്കിൽ അതിന് എന്ത് പേര് പറയും? ഫൈനൈറ്റ് സെറ്റ്. നമ്മളുടെ അതിനകത്തുള്ള മെമ്പേഴ്സ് ഇങ്ങനെ അനന്തമായി പോയാൽ നമ്മൾ അതിന് എന്ത് പേര് പറയും? ഇൻഫിനിറ്റ് സെറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് എന്തെല്ലാം പഠിച്ചു നമുക്കൊന്ന് ഓർത്ത് നോക്കാം. നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച എന്താണ്? സെറ്റ്. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. പിന്നെ നമ്മൾ സെറ്റ് ആണെന്നോ അല്ലാത്തതിന് കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു. പിന്നെ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ. പിന്നെ അത് നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? കുറെ നമ്മൾ മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്ന കുറെ കോമൺ സെറ്റുകൾ, നാച്ചുറൽ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, അവയൊക്കെ ഒരു പ്രത്യേക ലെറ്ററിന് ഡിനോട്ട് ചെയ്യുന്നതും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. രണ്ടിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു. ഒന്ന് റോസ്റ്റർ ഫോം. എന്നായിരുന്നു റോസ്റ്റർ ഫോം? മെമ്പേഴ്സിനെ സെറ്റിന്റെ ചിഹ്നം ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ മെമ്പേഴ്സിനെല്ലാം പറക്കി നിരത്തി കോമ ഇട്ട് എഴുതിയാൽ എന്തായി? റോസ്റ്റർ ഫോം. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. അതെന്താണ്? പിന്നീട് കാര്യമുണ്ട്, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണമെങ്കിൽ നമ്മുടെ റോസ്റ്റർ ഫോമിൽ എഴുതുന്ന മെമ്പേഴ്സിന് എന്തെങ്കിലും ഒരു കോമൺ പ്രോപ്പർട്ടി വേണം, എങ്കിലല്ലേ നമുക്ക് കണ്ടീഷൻ എഴുതാൻ പറ്റൂ. അപ്പൊ ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആ സെറ്റിലെ മൊത്തം എലമെന്റ്സിനെയും കൂടെ ഒരു ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ട് ആ ലെറ്ററിനെ കുറിക്കുന്ന കണ്ടീഷൻ നമ്മൾ എഴുതുന്നു. അതാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ അതിനെ കുറച്ച് എക്സാമ്പിൾ പഠിച്ചു. അത് നിങ്ങൾ കുറച്ചും കൂടെ പ്രോബ്ലംസ് അതിനെ ചെയ്യണമെങ്കിൽ അത് കുറച്ചും കൂടെ ക്ലിയർ ആകത്തുള്ളൂ. അതിനെ കുറച്ച് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. പിന്നെ നമ്മൾ പഠിച്ചത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ്. എം ടി സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ് സെറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും മതി. അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ ഞാൻ തരുന്നതായിരിക്കും. ബാക്കി അടുത്ത ക്ലാസ്. ഓക്കെ, താങ്ക് യു.